ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിലേക്കാണ്. എന്നാൽ നമ്മൾ പുറമേ കാണുന്ന സമാധാന നീക്കങ്ങൾക്ക് പിന്നിൽ ഭയപ്പെടുത്തുന്ന ചില രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? സൗദി അറേബ്യ പരസ്യമായി സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടച്ചിട്ട മുറികൾക്കുള്ളിൽ യുദ്ധത്തിനായുള്ള കരുനീക്കങ്ങൾ നടത്തുകയാണോ? ആക്സിയോസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളിലേക്കാണ്. നമുക്ക് നോക്കാം. അടുത്തിടെ വാഷിംഗ്ടണിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടന്നു. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലായിരുന്നു ആ ചർച്ച. ലോകത്തിനു മുന്നിൽ സൗദി സമാധാനത്തിന്റെ വക്താക്കളായി നിൽക്കുമ്പോൾ ഈ രഹസ്യ ചർച്ചയിൽ ഖാലിദ് ബിൻ സൽമാൻ ആവശ്യപ്പെട്ടത് മറ്റൊന്നാണ്. ഇറാനെതിരെ ശക്തമായ സൈനിക നീക്കം വേണം. ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നത് സൗദിയുടെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. വെറും നയതന്ത്ര ചർച്ചകളല്ല, മറിച്ച് ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സൗദി ആഗ്രഹിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് ഡബിൾ ഗെയിം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്ന ആരോപണം ഉയരുന്നത്. അറബ് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം വരണമെന്നും യുദ്ധം ഒഴിവാക്കണമെന്നും സൗദി പരസ്യമായി പറയുമ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ സൈനിക ഇടപെടലുകളിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അവരെ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ സൗദി സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് വൈരുദ്ധ്യം. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സൗദി ഭരണകൂടം തങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിനായി അമേരിക്കയെ കരുവാക്കുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. സൗദിയുടെ ഈ ഭയത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. മേഖലയിലെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ സൗദിയെ അസ്വസ്ഥമാക്കുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ ശേഷിയിലും ഇറാൻ കൈവരിച്ച വളർച്ച തങ്ങൾക്ക് വലിയ സുരക്ഷാ വെല്ലുവിളിയാണെന്ന് സൗദി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ഇറാന്റെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സൗദി നീക്കം നടത്തുന്നു. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം എപ്പോഴും സങ്കീർണമാണ്. സമാധാനത്തിന്റെ മുഖമൂടിക്ക് പിന്നിൽ വലിയ യുദ്ധതന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അമേരിക്കയുടെ പുതിയ ഭരണകൂടം സൗദിയുടെ ഈ ആവശ്യം എങ്ങനെ പരിഗണിക്കും? ഇറാനെതിരെ മറ്റൊരു യുദ്ധത്തിന് ലോകം സാക്ഷിയാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ലോകത്ത് നടക്കുന്ന പുതിയ അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.